ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങൾ രണ്ടുപേരോട് അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് ഒഫീഷ്യലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലീവ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഇനി നീണ്ട 10 ദിവസത്തെ അവധി ദിവസങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. ന്യൂ ഇയേഴ്സ് വരെ ഇനിയും പണിയെടുക്കണ്ട, ജോലിക്ക് പോകണ്ട, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് റിലാക്സേഷൻ അല്ല, ആവശ്യം പോലെ പണിയുണ്ട്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് തലേന്നാണ്. നമ്മൾ രാവിലെ കുറച്ച് അത്യാവശ്യം പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങണം കേട്ടോ. നാളെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ലഞ്ചിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു അടിപൊളി അച്ചായൻ വരുന്ന പോലൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുറേ നാളായി ഇങ്ങനെ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ വി തോട്ട് വൈ നോട്ട്, നാളെ അപ്പവും ഫിഷ് മോളിയും കട്ട്ലറ്റും ബീഫും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ഇപ്പോൾ പോയില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ ലേറ്റ് ആയ സാധനങ്ങളൊക്കെ തീരും. അതുകൊണ്ട് ഇപ്പം തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാം. ബട്ട് ബിഫോർ ദാറ്റ് എല്ലാവർക്കും എന്നോടൊപ്പം വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പച്ചക്കറി ലിഡിലിന് വാങ്ങിക്കണോ ആൽസ്റ്റന് വാങ്ങിക്കണോ? ടെസ്കോയിലോ പോവാം. ക്യാബേജും അത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ത്യൻ സ്റ്റോറിലെല്ലാം പോയാൽ മതി. ബിക്കോസ് പൊട്ടറ്റോയും ഉള്ളിയും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ ഇരിപ്പുണ്ട്. മെയിനായിട്ട് മീറ്റും ഫിഷും ഒക്കെയാണ് വാങ്ങേണ്ടത്. നല്ല വെയിലുണ്ട് ഇന്ന്, അതുകൊണ്ട് നല്ല രസമുണ്ട്. സൺ സ്ലാപ്പ്. വെയിൽ കണ്ട അത്ര സുഖമില്ല കേട്ടോ. ഞാനതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുക്കാണ്ട് ഇറങ്ങിയതാ. പക്ഷെ നല്ല തണുപ്പുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. എന്നാലും ഒരു സുഖമുള്ള തണുപ്പ്, അത്ര ഹാർഷായിട്ടില്ല എന്ന്. കണ്ടോ, ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ വെയിൽ പോയി കുറച്ച് തണലായിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ എത്തിക്കഴിഞ്ഞപ്പം മീനുകളുടെ വിപുലമായ ഒരു ശേഖരമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് പോലും ഇത്രയധികം ഫിഷിൻ്റെ വെറൈറ്റി നമുക്ക് ഷോപ്പുകളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും. അവിടെ നിൽക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു, നമ്മൾ നാട്ടിലാണോ അതോ UK-യിലാണോ എന്നുള്ളത്. കാരണം ഇപ്പോൾ ഇവിടെ നമുക്ക് ലിവർപൂളിൽ കുറേ ഷോപ്പുകൾ വന്ന കാരണം കിട്ടാത്തതായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം ഫിഷിൻ്റെ സെക്ഷനാണെങ്കിലും മീറ്റ് ആണെങ്കിലും, മീറ്റൊക്കെ നാട്ടിൽ നിന്നുള്ള ബഫലോ ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈസ്റ്റർ പ്രമാണിച്ച്. അതുപോലെ തന്നെ മീൻ ഒത്തിരി ടൈപ്പ് ഓഫ് മീനുകൾ നാട്ടിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെയും പ്ലം കേക്കും അതുപോലെ ഈ ക്രിസ്മസ് പരമായിട്ടുള്ള എല്ലാ കേക്ക്സും, നമ്മുടെ ക്യാരറ്റ് കേക്ക്, ഡേറ്റ്സ് കേക്ക്, അങ്ങനെ ആൻസിൻ്റെ വരെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇപ്രാവശ്യം നമുക്ക് മറ്റേ മട്ടാഞ്ചേരിയിലെ ഒരു ഫേമസ് പ്ലം കേക്കില്ലേ, മട്ടാഞ്ചേരി സ്പൈസ് എന്ന് പറഞ്ഞിട്ട് പന്തലിൻ്റെ, അതുവരെ ഇപ്രാവശ്യം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കളറാണ് ഫൈനലി. ഇതേ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ആസ്ഡേയിലും കൂടി ഒന്ന് കയറണുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഇറ്റ്സ് ഓക്കെ. നമ്മളങ്ങനെ ഓടി വന്നിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ക്വിക്ക് ലഞ്ചാണ് കേട്ടോ. തോരനുണ്ട്, ഓംലെറ്റ് ഉണ്ട്, വറ്റൽ മുളക്, തൈര്, പിന്നെ നാട്ടിലെ അമ്മയുടെ ബീഫ് പൊടി. അപ്പോൾ ദാറ്റ്സ് ആർ ലഞ്ച്. നമ്മളങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്നു. അത് കഴിഞ്ഞത് വന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഇനിയും കുറച്ചുകൂടെ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഓർത്തു ആദ്യം തന്നെ നമുക്ക് മീൻകറി വെക്കാം, എന്നിട്ട് കട്ട്ലറ്റിനുള്ള ചിക്കനും കൂടെ ബോയിൽ ചെയ്ത് വെച്ചാൽ കുറച്ചൊരു പണിയുടെ ആശ്വാസം ഉണ്ടല്ലോ. ഓൾറെഡി ചിക്കന് ഉപ്പും കുരുമുളകും ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് കട്ട്ലറ്റിനുള്ളതാണ് കേട്ടോ. ഇവിടെ മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറി ഇന്നേ വെച്ചാൽ നാളെ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കത്തില്ല. നല്ല പുളിയിട്ട് കൊടംപുളിയിട്ട് നല്ല ചുമന്ന മീൻകറിയും കട്ട്ലറ്റും. പിന്നെ നമുക്ക് ബീഫാണ്, അത് ആതിര അരുണമാണ് ഉണ്ടായിക്കൊണ്ട് വരുന്നത്, നല്ല കറുത്ത വരട്ടിയ ബീഫ്. പിന്നെ നമ്മുടെ സാധനം എന്താണ്, മോരുകറി ഉണ്ട്, തോരനുണ്ട്. മോരുകറി അവളാണ് ഉണ്ടായിക്കൊണ്ട് വരിക, തോരൻ എനിക്ക് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ഫിഷ് മോളിയും. അപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മാവ് ഓൾറെഡി അരച്ച് മൈക്രോവേവിൽ വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് പുളിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ബാക്കി പണികൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ.
കട്ട്ലറ്റിന് വേണ്ടി ഞാൻ ഓൾറെഡി ബോൺലെസ് പീസാണ് കേട്ടോ എടുത്തത്. ബിക്കോസ് ബോൺ ഇട്ടിട്ട് പിന്നെ എനിക്ക് ഡീബോൺ ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ബോൺലെസ് ഫില്ലയാണ് എടുത്തത്. അതൊന്ന് കുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടറ്റോ വേവിക്കാൻ വെക്കണം. അത് ഞാൻ വിചാരിച്ചു കുക്കറിലിട്ട് ഒരു വിസിലിട്ടാൽ നമ്മുടെ പൊട്ടറ്റോ ആവുമല്ലോ. അപ്പോൾ കട്ട്ലറ്റിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം അവിടെയായി. മീൻകറി ആവാതെ ഭയങ്കര പാടാണ് കേട്ടോ. എൻ്റെ ഈ ഗ്യാസ് സ്റ്റോപ്പിൽ നല്ല സ്ലോ ആണ്. എനിക്കാണെങ്കിൽ ഒരു നമ്മുടെ ഗ്യാസും ബർണറും വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ കാണുന്ന വീടുകളിലൊക്കെ പൊതുവെ ഇപ്പം ഈ സാധനമാണ്, വളരെ റെയറായിട്ടാണ് നമ്മുടെ ബർണർ കിട്ടുക. നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിന് അതല്ലേ നല്ല, ആ ഒരു നല്ല ചൂടും ഫ്ലെയിമും ഒക്കെ കിട്ടണമെങ്കിൽ അത് വേണം. ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നമാണത്. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇത് കണ്ടോ കട്ട പിടിച്ചിരിക്കുവാണ്. അതിനെ നമുക്കൊന്ന് എടുത്തതിലോട്ടിടാം. ചൂടായതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടുകിടാം. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഉലുവയും കൂടെ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചു കേട്ടോ. നമ്മുടെ കുഞ്ഞിക്കല്ലില്ലേ, അത് വെച്ച് ചതച്ച് വെച്ചു. അരച്ച ഒരു സുഖമില്ല, അപ്പോൾ ചതച്ചിടാം. നമുക്കിതുണ്ടല്ലോ ഒത്തിരി അങ്ങനെ മൂപ്പിച്ചെടുക്കണ്ട. കുറച്ച് അതിൻ്റെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഞാനിവിടെ കുഞ്ഞുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുഞ്ഞുള്ളിയും കൂടെ ഇടാം. ഇത് അത്യാവശ്യം നമുക്ക് വേണ്ട രീതിക്ക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഈ പൊടികളൊക്കെ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കട്ടിയും കിട്ടും, പിന്നെ കരിഞ്ഞു പോകത്തുമില്ല. അങ്ങനെയാണ് ഞാൻ 1-2 വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതൊന്ന് സ്ഥിരം ഞാൻ മീൻകറി വെക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത്. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവം വരെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നല്ല തിളച്ച വെള്ളവും ഉപ്പും പിന്നെ നമ്മുടെ കുടംപുളിയും കൂടി ഇട്ടിട്ട് നല്ല തിളപ്പിച്ചെടുക്കണോ. നല്ല തിള വന്നു കഴിയുമ്പോൾ ദെൻ വിൽ ആഡ് അവർ ഫിഷ് പീസസ്. നമ്മുടെ മീനിൻ്റെ മസാല അതെ പതുക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കണ്ടില്ലേ, മേലെ ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മീനിടാം. ഇപ്പം ഈ മീൻ കണ്ടോ, ഞാനിത് നാട്ടി വെച്ചിട്ടൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. അമ്മയൊന്നും ഉപയോഗിക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല കേട്ടോ. ഇതിന്റെ പേര് ഓലക്കൊടി എന്നാണ്. അപ്പൊ യൂഷ്വലി ഞാൻ നെയ്മീൻ്റെ വലിയൊരു ഫാനാണ്. അപ്പൊ എപ്പോൾ കടയിൽ ചെന്നാലും ചേട്ടാ കിങ് ഫിഷ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുക. മിക്കപ്പോഴും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ജസ്റ്റ് 2 ആൾക്കാരല്ലേ, അപ്പൊ ചെറിയ മീൻ നോക്കി പോകുമ്പോൾ മിക്കപ്പോഴും അവിടെ കിട്ടാറില്ല. ഒന്നെങ്കിൽ ഈ 2 കിലോ 3 കിലോ ഒക്കെ ഉള്ള വലിയ ഫിഷ് ആയിരിക്കും. അപ്പൊ അവർക്ക് കട്ട് ചെയ്ത് തന്നാൽ സെയിൽ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് നമുക്കത് കിട്ടത്തില്ല. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് അവിടുത്തെ ഒരു ചേട്ടൻ എന്നെ പരിചയപ്പെടുത്തിയ മീനാണ് ഈ ഓലക്കൊടി. എന്നോട് പറഞ്ഞു, മോള് ഇത് കൊണ്ടുപോയി നോക്കിക്കോ, കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നെയ്മീൻ പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടി ടേസ്റ്റ് ആണെന്ന്. അപ്പം ഞാൻ ഇച്ചിരി സ്കെപ്റ്റിക്കലായിരുന്നു, കാരണം നമ്മൾ ഉപയോഗിക്കാത്തൊരു സാധനമാണല്ലോ, കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഫൈനലി എന്തായാലും ഞാനത് ഒരു പ്രാവശ്യം വാങ്ങിച്ചു, കറി വെച്ചു. ഞങ്ങൾക്ക് 2 ആൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വീട്ടിലിങ്ങനെ വിളിച്ച അമ്മേനോടൊക്കെ പറയുമ്പോൾ അവരാരും ഈ മീനൊന്നും ഉപയോഗിച്ചിട്ടില്ല നാട്ടിൽ. എൻ്റെ വീട്ടിൽ ചോദിച്ചപ്പോൾ അമ്മയും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. രജിത്തിന്റെ വീട്ടിൽ അമ്മേനോട് പറഞ്ഞപ്പോൾ അവിടെയും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ വീട്ടിൽ വിളിച്ച് അവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഈ മീൻ ഉപയോഗിക്കാൻ. നല്ല ടേസ്റ്റ് ആട്ടോ. കറി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല അത്യാവശ്യം നമ്മൾ ഈ ഉറപ്പുള്ള ദശ എന്നൊക്കെ പറയില്ലേ, നല്ല മീറ്റാണ് ഇതിൻ്റെ. അപ്പോൾ ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ സ്ട്രൈറ്റ് ഔട്ട് ഓലക്കൊടി. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ച് വരുന്നു. നമുക്ക് ഈ മീനുകളെ ഇതിലിട്ടിട്ട് കൊടുക്കാം കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആലോചിക്കുമ്പോൾ എത്ര പെട്ടെന്ന് ലൈഫിൽ ചേഞ്ചസ് വരുന്നത്. പണ്ട് എനിക്ക് മീൻ കൈ കൊണ്ട് തൊടുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. ഞാൻ തൊടത്തില്ല. എനിക്ക് പച്ചമീൻ തൊടുക എന്ന് വെച്ചാൽ എന്തോ ഒരുമാതിരി ഒരു ഗ്രോസ് ഫീലായിരുന്നു. പക്ഷേ വിത്ത് ടൈം സർട്ടൻ തിങ്സ് ചേഞ്ചസ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ എനിക്ക് അക്വയർഡ് ആയിട്ട് വന്ന ഒരു ചേഞ്ചാണ് ഇത്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും എനിക്ക് മത്തി അങ്ങനത്തെ മീനൊക്കെ എടുക്കാൻ പറ്റില്ല. അത് ഞാൻ നന്നാക്കാനും പറ്റില്ല, ഞാൻ കഴിക്കുകയില്ല കേട്ടോ. ഈ വലിയ മീനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വന്നാൽ ക്ലീൻ ചെയ്യുന്നത് ഇപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ഇതായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ എ ക്രിസ്മസ് ഡിന്നർ. സഡൻ പ്ലാനാണ് കേട്ടോ. പെട്ടെന്ന് നമ്മളൊന്ന് ക്രിസ്മസ് ഈവാണ്, അപ്പോൾ ഇന്ന് ഡിന്നറിന് പോകുന്നോർത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരിക്കും എല്ലാ സ്ഥലങ്ങളും. ക്രിസ്മസിനെക്കാട്ടിലും കൂടുതൽ ഐ തിങ്ക് ക്രിസ്മസ് ഈവിനാണ് ഇവിടെ ആൾക്കാർ പൊതുവേ പുറത്ത് പോകലും ഈ ഡിന്നറും ലഞ്ചിനൊക്കെ. നാളെ ലഞ്ച് ബിസി ആയിരിക്കും, പക്ഷേ ഡിന്നർ ടൈം ആകുമ്പോഴത്തേക്കും നാളെ പൊതുവേ അത്ര തിരക്കുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗെറ്റ് റെഡി. മേക്കപ്പിൽ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ ബ്ലഷും ലിപ്സ്റ്റിക്കും. ലിപ്സ്റ്റിക് ഇല്ലാത്ത ഒരു ജീവിതത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഒന്നാമത് എൻ്റെ ലിപ്സ് കുറച്ച് പിഗ്മെൻറ്റഡ് ആയിട്ട് എനിക്ക് ഭയങ്കര ഒരു അണ്ടർ കോൺഫിഡൻറ്റ് ഫീലാണ് മിക്കപ്പോഴും ഈ ലിപ്സ്റ്റിക് ഇടാതെ പുറത്ത്. എന്തെങ്കിലും ഒരു ലൈനറെങ്കിലും വരച്ചില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ കോൺഫിഡൻസ് ലോസ് ആണ്. അപ്പം ലിപ്സ്റ്റിക് ഇസ് മൈ ഗോ ടു. സെക്കൻഡ് ഇസ് ബ്ലഷ്. ബ്ലഷും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ഹാപ്പി ഫീലാണ്.
ഞാൻ ചിലപ്പോൾ സ്പഞ്ച് വെച്ച് ചെയ്യും, ചിലപ്പോൾ കൂടുതൽ എനിക്ക് എൻ്റെ കൈ വെച്ച് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ കംഫർട്ടബിൾ. അപ്പോൾ കൈ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം. And we are ready. ട്രെയിനിൻ്റെ കൂടെ ഡെയിലി ഇപ്പം വീഡിയോസും ഫോട്ടോസും എടുക്കാന്നുള്ള ഒരു ഇതാണ് കേട്ടോ. കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഇത് കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇത് മാറാനായല്ലോ. എന്തായാലും ഞാൻ ന്യൂ ഇയർ വരെ ഇത് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുവരെ ഇവിടെ ഇരുന്നോട്ടോ, ഒരു ഭംഗിയല്ലേ. അപ്പോൾ നമുക്ക് പോവാം. രജിത്ത് ഓൾറെഡി വണ്ടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് നമുക്ക് അവിടെ കാണാം. ഈ പോൽപേട്ട എന്ന് പറഞ്ഞാൽ ഇതിന്റെ 2 ബിൽഡിംഗ് അങ്ങോട്ടല്ലേ? നല്ല സോഫ്റ്റ് ബ്രെഡും നല്ല ഫ്ലേവർഫുൾ ഡിപ്പും. താങ്ക് യു. ഇത് ധാരാളമായിരുന്നല്ലേ. നമുക്ക് ഇനിയിപ്പം ആ പാസ്തയുടെയും കൂടെ ആവശ്യം ഉണ്ടായില്ല സത്യം പറഞ്ഞ. ചോദിച്ചു നോക്ക്. താങ്ക് യു. Zucchini, chicken and basil pasta with sauteed mushrooms. നല്ലല്ലേ പാസ്ത? ടോയ്ലറ്റിലേക്കുള്ള വഴിയാണ് കേട്ടോ. നമ്മളൊരുമാതിരി മറ്റേ ഗെയിം കളിച്ച് ഇതിലൂടെ കയറി ഇറങ്ങി നടക്കുന്ന പോലെ കുറച്ച് താഴോട്ട്. ഫൗണ്ട് ഇറ്റ്, കണ്ടുപിടിച്ചു. അറിയാം, വീട്ടിലെനിക്ക് ഫുൾ മിറർ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ എനിക്ക് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. നൈസ്. ഓ വന്നോ ഡെസേർട്ട് ഓർഡർ? മെക്ഡോണൾഡ്സിലെ ഹാപ്പി മീൽ എന്താ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് ലവ് ദിസ്. നമുക്കിത് വീട്ടിലുണ്ടാക്കാം കേട്ടോ. ആ സിറപ്പിലത് കഴിക്കാനാട്ടോ ടേസ്റ്റ്. ഒരു രക്ഷയില്ലത്. എനിക്ക് ഡെസേർട്ട് കോമി ആയിട്ടോ, ഭയങ്കര ഇഷ്ടം. Oh yeah, you're right. Bye. Cheers. Have a nice Christmas. Bye.
അങ്ങനെ ഒരു അടിപൊളി ഡിന്നർ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇവിടെ നോക്കി സ്ട്രീറ്റ് എല്ലാം കാലിയായി, ആരുമില്ല. ഇത്രയും എം ടി ആയിട്ട് ഞാൻ ഇത്രയും ഈ ഒരു സമയത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ക്രിസ്മസ് ഈവ് ആയതുകൊണ്ടായിരിക്കും എല്ലാവരും നേരത്തെ വീടുകളിൽ പോയെന്ന് തോന്നി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:45 ആവുന്നുള്ളൂ. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഡെസേർട്ടും സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. തിരാമിസു വാസ് സോ ഗുഡ്. ഞാൻ ഈ ഒരിടയ്ക്ക് കഴിച്ചതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് തിരാമിസൂസ് ആയിരുന്നു. ഞാൻ ക്ലാസിക് ആയിരുന്നു കേട്ടോ കഴിച്ചത്. പിന്നെ കഴിച്ച പാസ്തയും ഈവൻ ഫസ്റ്റ് കഴിച്ച സ്റ്റാർട്ടേഴ്സും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു, ഒന്നും പറയാനില്ല. ഫുള്ള് നമ്മൾ വയറും മനസ്സും എല്ലാം നിറയാറല്ലേ, അങ്ങനെയായിരുന്നു. ചിലയിടത്തൊക്കെ പോകുമ്പോൾ അങ്ങ് സെറ്റ് ആവത്തില്ലല്ലോ. ബട്ട് ദിസ് വാസ് ഗുഡ്. സോ നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത്, റിവർ ബ്ലൂ. And now we are heading home. And happy Christmas everyone. നമുക്ക് ക്രോസ് ചെയ്യാം. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. എനിക്കുണ്ടല്ലോ വയറ് നിറഞ്ഞിട്ട് ഒരു ചുവട്ടടി നടക്കാൻ പറ്റുന്നില്ല. ടയേർഡ്നെസ് എന്ന് പറഞ്ഞാണല്ലോ, ഫുഡ് കോമായിട്ട് തലയ്ക്കടിച്ചൊരവസ്ഥയിലാണ്. ഇനി പോയിട്ട് സുഖമായിട്ടൊരു ഉറക്കം. അത് കഴിഞ്ഞ് നാളെ രാവിലെ ഇഷ്ടംപോലെ പണിയുണ്ട്. ബിക്കോസ് നാളെ നമ്മൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് നല്ല പണിയുണ്ട്. അപ്പോൾ അതിന് മുന്നേ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടൊരു ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെയൊക്കെ കുക്ക് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ചെയ്യാമെന്നൊക്കെ ഓർത്തു കേട്ടോ. കട്ട്ലറ്റിൻ്റെ ബാക്കി ചെയ്യാനുള്ളത് ചെയ്യാം, ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാമെന്നൊക്കെ. പക്ഷേ ബോഡി സമ്മതിക്കുന്നില്ല. ഓവറായിട്ട് ഭക്ഷണം കഴിച്ചാലും മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ 3 കോഴ്സ് കഴിച്ചു. അപ്പോൾ എല്ലാം അങ്ങനെ ഓവറായിട്ടില്ല, പക്ഷേ എല്ലാം കൂടെ കഴിച്ചപ്പോഴത്തേക്കും വയറ് ഭയങ്കര ഹെവി ആയിപ്പോയി. ആ ഡെസേർട്ടും കൂടെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ മിക്കവാറും ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങും. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുവാണ്. ഇതിൽ എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. നാളെ ക്രിസ്മസിൻ്റെ ഒരു വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് ആശംസിക്കുകയാണ്. ഹാവ് എ വെരി വെരി മെറി ക്രിസ്മസ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ. ടാറ്റാ, ബൈ ബൈ. ഇത് ലാസ്റ്റ് ആട്ടോ, ഇനിയും പറയത്തില്ല. ബൈ. ഞാൻ പോയില്ല ഗൈസ്. മടി പിടിച്ചിരിക്കാനുള്ള പ്ലാൻ ഞാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു. ആ മടിയെ അങ്ങോട്ട് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ കിച്ചണിൽ വന്നിട്ട് ഐ സ്റ്റാർട്ട് കുക്കിംഗ്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ഇനിയും വേവിക്കാൻ പോവാണ്. എന്നാൽ മാരിനേറ്റ് ചിക്കൻ, ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഞാൻ പൊട്ടറ്റോ വേവിക്കാൻ വെച്ചു കേട്ടോ. ഈസി പണിക്ക് കുക്കറിൽ ഒരു വിസിലടിച്ചാൽ ഈ പണി തീരും. ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് ചിക്കൻ നന്നാക്കാം. നമുക്ക് ചിക്കനുള്ള മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതിലിട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക്ക്, കശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കറി ലീവ്സ്, പിന്നെ ഇപ്പോൾ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് നമ്മളുടെ സോംഫ് അല്ലെങ്കിൽ പെരിഞ്ചീരകമില്ലേ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത്തിരി ലൈം ജ്യൂസും ഉപ്പും കൂടെയും ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ മസാല റെഡി ആയിട്ടോ. അപ്പോൾ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ ഞാൻ നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇതിനിപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ പോകാനുള്ളതാണ്. അപ്പോഴും നാളത്തേക്ക് സെറ്റാവും. ഇനി നമുക്ക് നാളത്തേക്ക് ഫിഷ് മോളിക്കുള്ള മീനിന് ബേസിക് മാരിനേഷനാണ് കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, വളരെ കുറച്ച് കേട്ടോ, ജസ്റ്റ് ബേസിക്. ആൻഡ് ദെൻ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് ഇത് ജസ്റ്റ് മീനിലൊന്ന് ഇങ്ങനെ നമ്മൾ തിരുമ്മി പിടിപ്പിച്ച് വെക്കില്ലേ, അതും കൂടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ അപ്പം നമുക്കിതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അയ്യോ, ഞാൻ ആ മടി പിടിച്ച് പോയി കിടന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇത് രാവിലെ എനിക്ക് ഡബിൾ ഇരട്ടി പണിയുടെ മേലെ പണിയായപ്പോൾ അതിന്. എന്തായാലും മടി മാറ്റി വെച്ച് ഇത് ചെയ്യാൻ ഞാൻ കാണിച്ച ഇതിനോട് ഞാൻ എന്നെ തന്നെ അഭിനന്ദിക്കുന്നു. ഓക്കെ, മീനും സെറ്റ്, ചിക്കനും സെറ്റ്, കട്ട്ലറ്റ് ഹാഫ് ഡൺ, മീൻകറി വെച്ചു കാണിച്ചു തരാമോ? അതെ.
മീൻകറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. ഇത് രാവിലെ ഒന്നും കൂടെ നമ്മളൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ നമുക്ക് ഇതിനെ അങ്ങ് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാവേ. എന്നിട്ട് നമുക്ക് ഉറങ്ങാം. എനിക്ക് വയ്യ, ക്ഷീണമായി തുടങ്ങി. ലീവ് തുടങ്ങി, ഈ ഒരു ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ന്യൂ ഇയർ വരെ അവധിയൊക്കെയല്ലേ, അടിപൊളിയായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ണടച്ച് തീരുമ്പോൾ നമ്മുടെ ഈ ഒരു ലീവും അങ്ങോട്ട് തീരാനായിട്ടുണ്ടാവും. നമുക്ക് ഇതിനെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം. ആൻഡ് നമ്മുടെ ഫിഷ് മണ്ടയ്ക്ക് വേണ്ട അല്ലേ, ഇവിടെ തന്നെ വെക്കാം. അത് സെറ്റായി. ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് കിച്ചണും ക്ലീൻ ചെയ്ത് ഞാൻ ഉറങ്ങാൻ പോവാണ് കേട്ടോ. ബാക്കി നാളെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് ഡേ ആണ്. എല്ലാവർക്കും ആദ്യം തന്നെ വിഷിങ് വെരി 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 ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എണ്ണീറ്റ് ഫ്രഷായിട്ട് നമുക്ക് കുക്കിങ്ങിലേക്കും കാര്യങ്ങളിലേക്കും കിടക്കാം. ദർസ് എ ലോട്ട് ടു ഡു ടുഡേ. അപ്പോൾ മടിച്ചു കിടന്നാൽ പറ്റില്ല. രാവിലെ നമ്മുടെ കിച്ചൺ നല്ല സൂപ്പർ ബിസി ആയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും എടുത്ത് നിരത്തുകയാണ് കേട്ടോ. കിച്ചൺ ടോപ്പും ഒക്കെ ബിസിയാണ്. ഫസ്റ്റ് നമ്മളിപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് മോളിയാണ് കേട്ടോ. എനിക്കറിയില്ല അത് എങ്ങനെയായിരിക്കുന്നു. പിന്നെ നമ്മുടെ ഷാൻജിയോയും മഹിമ ചേച്ചിയൊക്കെ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകും. എണ്ണ ചൂടായിട്ടുണ്ടേ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. നമ്മുടെ ഫിഷ് മോളി റെഡിയായി ഗായ്സ്. ഇതിനി ഒരു 1 hour ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇതുവരെ കാര്യങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കറക്റ്റ് ടൈമിങ്ങിലൊക്കെയാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും പതുക്കെ എൻ്റെ കയ്യിൽ നിന്നൊന്ന് പാളിപ്പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ മുഖത്ത് ആ സ്ട്രെസ്സ് നന്നായിട്ട് ബിൽഡപ്പ് ആവുന്നുണ്ട്. അവരൊക്കെ വരാനുള്ള സമയമായി. ഞാൻ സ്റ്റിൽ കട്ട്ലറ്റ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായി. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോയിട്ട് കുളിച്ച് റെഡിയായി അവരൊക്കെ വരുമ്പോഴേക്കും നല്ല സെറ്റായിട്ട് ഒരു ഫൈനൽ റൗണ്ട് ക്ലീനിങ്ങും കഴിഞ്ഞിരിക്കാനായിട്ട്. നമ്മുടെ കട്ട്ലറ്റ്സ് ആർ ഓൾ ഹിയർ. നമുക്ക് ഫ്രൈ ചെയ്യാട്ടോ. ഇതുവരെയൊക്കെ ഞാൻ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അറ്റൻഷൻ അവരിലോട്ട് പോയി. അതിനുശേഷം പിന്നെ ഞാൻ വീഡിയോ എന്നൊരു കാര്യത്തെപ്പറ്റി ഓർത്തുകൂടിയില്ല. അങ്ങനെ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ ഫുഡിൻ്റെയൊക്കെ തന്നെ ഇടയ്ക്ക് എപ്പോഴോ രചിത്ത് ഷൂട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഈ ഒരു ക്ലിപ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതുകൂടി ഇല്ലായിരുന്നു. ബട്ട് നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു. എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്തു. രാത്രി 11 മണിയൊക്കെ ആയിട്ടോ അവരൊക്കെ തിരിച്ചു പോയപ്പോൾ. അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു നമ്മളുടെ ഒരു ക്രിസ്മസ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ.